ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗ പലഹാരമൊക്കെ ഉണ്ടാക്കി മഞ്ജുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ടെങ്കിലും വീണ്ടും വന്നതിന് ദുർഗയുടെ നേരെ പൊട്ടിത്തെറിക്കുക മാത്രമല്ല ആ പലഹാരം മുഴുവൻ മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ദുർഗ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും എല്ലാം നിങ്ങളുടെ അഭിനയാണെന്നും സ്വന്തം മക്കളേക്കാൾ വാമദേവനെയും മേഘനയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയെ ആട്ടിയിറക്കി വിടുകയാണ് മഞ്ജു ചെയ്യുന്നത്. പിന്നീട് ദുർഗ മഹിയുടെ കുഞ്ഞിനുള്ള ഉടുപ്പുകളുമായിട്ട് ഹോസ്പിറ്റലിലെത്തുന്നു. മഞ്ജു നിങ്ങളെ ആട്ടിയിറക്കി വിട്ടു എന്ന് ഞങ്ങൾ അറിഞ്ഞു. അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം പ്രവൃത്തികളാണല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നെല്ലാം ലേഖ പറയുമ്പോൾ ആ പലഹാരം ഞാൻ തിരികെ കൊണ്ടുപോവാണെന്നും പക്ഷേ മോൾ ഈ കുഞ്ഞുടുപ്പുകൾ വേണ്ട എന്ന് പറയരുത് എന്നെല്ലാം ദുർഗ കരഞ്ഞപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് ഈ ഉടുപ്പുകൾ ഇടിയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമെന്ന് ലേഖ പറയുമ്പോൾ ദുർഗയുടേത് ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകളാണെന്ന് തോന്നിപ്പോകുന്ന മഹിയാണെങ്കിൽ അതവിടെ വെച്ചേക്കാൻ പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. തുടർന്ന് കണ്ണേട്ടൻ നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ എന്നും ചെയ്തിട്ടുള്ളൂ. ആ കണ്ണേട്ടനോടും മഹിയോടും തരുമ്പെങ്കിലും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചുണ്ടോ? എല്ലാം നിങ്ങളുടെ അഭിനയമാണെന്നും തരം കിട്ടിയാൽ വീണ്ടും നിങ്ങൾ ചതിക്കാൻ നോക്കുമെന്നെല്ലാം ലേഖ പറയുമ്പോൾ അല്ല മോള് പൂജിക്കുന്ന അയ്യപ്പ ഭഗവാന്റെ മുൻപിൽ ഞാൻ 2 നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. ചെയ്തു പോയ എല്ലാ തെറ്റുകളും ഏറ്റുപറന്ന് നെഞ്ചുപൊട്ടി കരയാറുണ്ട് എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. തുടർന്ന് ദുർഗ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ലേഖ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ കുഞ്ഞുടുപ്പുകൾ അവിടെ വെച്ച് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ദുർഗ പോകുന്നത്. അങ്ങനെ ദുർഗ കരഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ട് മഹിക്കാണെങ്കിൽ ശരിക്കും പാവം തോന്നിപ്പോകുന്നു. പിന്നീട് കരുണ മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് കണ്ണേട്ടനും എൻ്റെ അമ്മായിയമ്മയും കോടതിയിൽ നഷ്ടപരിഹാരം വേണ്ട എന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കില്ല എന്നും നഷ്ടപരിഹാരം വേണം എന്നുള്ളൊരു വാശിയിലാണ് അയാൾ അതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ഞെട്ടി വിറച്ചു പോവാണ് മുത്തശ്ശി. അവന് ഞാൻ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തല്ലോ, എന്നിട്ടും അവൻ്റെ ആർത്തി തീർന്നില്ലേ എന്നെല്ലാം സ്വയം മനസ്സിൽ പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് ഉണ്ണി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും കരുണയും കൂടി കമലേശ്വരത്ത് എത്തുന്നു. ദുർഗയാണെങ്കിൽ മുത്തശ്ശിക്കും കരുണയ്ക്കും വയറ് നിറച്ച് കൊടുത്തു വിടുന്നുണ്ട്. തുടർന്ന് ഉണ്ണി വരുന്നതും മോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉണ്ണിയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. ഉണ്ണിക്കുട്ട, നീ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നിൻ്റെ അച്ഛൻ്റെ നഷ്ടപരിഹാരം കിട്ടണമെന്ന് കണ്ണനേക്കാളും ദുർഗയേക്കാളും ഒക്കെ വാശി നിനക്കാണെന്നാണല്ലോ കരുണമോള് പറഞ്ഞത്. നിനക്ക് ഞാൻ എൻ്റെ വീടും പറമ്പും സ്വർണ്ണവും എല്ലാം തന്നില്ലേ? അതുകൊണ്ട് നീ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെടരുത്. പ്രതാപൻ മുതലും പലിശയും ചേർത്ത് നല്ലൊരു തുക തരേണ്ടി വരും. അവൻ്റെ ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം വിൽക്കേണ്ടി വന്നാലും ഈ പറഞ്ഞ തുക മുഴുവൻ തന്നു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉണ്ണിക്കുട്ട, നീ വിട്ടുവീഴ്ച ചെയ്യണം. എന്തൊക്കെ പറഞ്ഞാലും കരുണമോളുടെ അച്ഛനല്ലേ പ്രതാപൻ എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നതിനുള്ള നഷ്ടപരിഹാര തുക എനിക്ക് കിട്ടണം. നിങ്ങളുടെ മകൻ മാത്രമല്ല, ആ വാമദേവനിൽ നിന്നും ഞാനത് വാങ്ങിച്ചെടുക്കും. നിങ്ങളെനിക്ക് കുറച്ച് പ്രോപ്പർട്ടിയും കുറച്ച് സ്വർണവും തന്നു, അല്ലാതെ പൈസയായിട്ടൊന്നും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എടാ, നല്ല കണ്ണായ സ്ഥലത്തല്ലേ എൻ്റെ വീടും പറമ്പും ഒക്കെ ഉള്ളത്. മാത്രമല്ല സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില? എന്നിട്ടും നിൻ്റെ ആർത്തി തീർന്നില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ അച്ഛനെ കൊന്നതിനുള്ള നഷ്ടപരിഹാര തുക എനിക്ക് കിട്ടണം. നിങ്ങൾ മാത്രമല്ല, ആ വാമദേവനിൽ നിന്നും ഞാനത് വാങ്ങിച്ചെടുക്കുമെന്ന് തന്നെ ഉണ്ണി തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയുടെ ആ ഉറച്ച തീരുമാനം കേട്ട് പ്രതാപൻ പറഞ്ഞത് ശരിയായി വരാണല്ലോ. കരുണമോള് വീട്ടിൽ വന്ന് നിന്നാലും വേണ്ടില്ലായിരുന്നു, ഇവനൊന്നും കൊടുക്കരുതായിരുന്നു എന്നെല്ലാം മുത്തശ്ശി സ്വയം മനസ്സിൽ നിരാശയോടുകൂടി പറയുന്നുണ്ട്. ശേഷം അവരെന്താ നിന്നോട് മാറ്റി നിർത്തി സംസാരിച്ചത് എന്ന് ദുർഗ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാര തുക കോടതിയിൽ ചോദിക്കരുത് എന്ന് പറയാനാണ് അവർ വന്നത്. പറ്റില്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു എന്ന് ഉണ്ണി പറയുമ്പോൾ അത് വേണ്ട ഉണ്ണി, നിൻ്റെ അച്ഛൻ്റെ ജീവന് പകരം ആവില്ല ഇനി എത്ര കോടികൾ കിട്ടിയാലെന്ന് ദുർഗ പറയുമ്പോൾ അമ്മയ്ക്ക് ഞങ്ങൾ മക്കൾക്ക് കിട്ടാനുള്ള വലിയൊരു തുക കിട്ടുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ദുർഗയോടായിട്ട് ഉണ്ണി ചോദിക്കുമ്പോൾ ആ പണം എനിക്ക് ദഹിക്കില്ല. അമ്മ പറഞ്ഞതുപോലെ അച്ഛൻ്റെ ജീവന് പകരം വെക്കാൻ വേണ്ടിയിട്ട് എത്ര കോടികൾ കിട്ടിയാലും തികയില്ല എന്ന് കണ്ണനും പറയുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് നന്നായിട്ട് ദഹിക്കും. അതുകൊണ്ട് തന്നെ കിട്ടാനുള്ള തുക വേണ്ടെന്ന് വെക്കാൻ ഞാൻ ഒരുക്കമല്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് കരുണയാണെങ്കിൽ വീണ്ടും ഉണ്ണിയോട് സംസാരിച്ച് നോക്കുന്നുണ്ട്. കണ്ണേട്ടനെ പോലും നഷ്ടപരിഹാര തുക വാങ്ങിച്ചെടുക്കണമെന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടന് ആ പണം കിട്ടിയിട്ട് വലിയ അത്യാവശ്യമൊന്നും കാണില്ല. മഞ്ജുവിനും അതെ. ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് മോഹിച്ചോ അത് നേടിയെടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് ഉണ്ണി വാമദേവനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. വാമദേവനെ കാണുമ്പോൾ തന്നെ രക്തം തളിച്ചു പോവാണ് ഉണ്ണിക്ക്.
നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം അനുസരിച്ചപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ കൊലയാളി നിങ്ങളാണെന്ന കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഏതായാലും എൻ്റെ അച്ഛൻ്റെ ജീവൻ്റെ വില നിങ്ങൾ എനിക്ക് തന്നേ മതിയാകൂ. കണ്ണേട്ടനും അമ്മയ്ക്കൊന്നും അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടണം എന്നെല്ലാം പറയുമ്പോൾ, മോനെ, നിനയ്ക്കും ദുർഗയ്ക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. വിശ്വനാഥൻ ഇല്ലാതായാൽ എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്നെല്ലാം ഞാൻ കരുതി എന്നെല്ലാം വാമൻ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് ശരിക്കും ദേഷ്യം തന്നെയാണ് വാമദേവനോട്. എനിക്ക് കിട്ടാനുള്ളത് മുഴുവൻ തുകയും കിട്ടണമെന്നും അതുകൊണ്ട് വേണം നഷ്ടപ്പെട്ടു പോയ പലതും എനിക്ക് തിരിച്ചു പിടിക്കാനെന്നും ഉണ്ണി പറയുന്നുണ്ട് വാമദേവനോട്. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോയെ ചെന്ന് കാണുന്നു. എന്നിട്ട് കോടതിയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള ഉണ്ണിയുടെ തീരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവിടെ നിന്നെങ്കിലും വെറുതെ പണം കിട്ടുമെന്നറിഞ്ഞാൽ അവൻ അതിൻ്റെ പുറകെ പോകുന്നു എന്നും എൻ്റെ അച്ഛൻ്റെ ജീവൻ്റെ വിലയായിട്ട് എത്ര പണം കിട്ടിയാലും എനിക്കത് വേണ്ട. ഉണ്ണിയും അത് വാങ്ങിച്ചെടുക്കാൻ പാടില്ല. അത് പ്രതാപനോടും വാമദേവനോടും ക്ഷമിച്ചിട്ടൊന്നുമല്ല. അതിനു വേണ്ടിയിട്ട് ഉണ്ണിയെ നീ ഒന്ന് വിരട്ടി നിർത്തണം മാർക്കോ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അച്ഛൻ്റെ ജീവൻ്റെ വില ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അത് ഉണ്ണിക്കും വാങ്ങിച്ചെടുക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് അവൻ കരുണയെ കൂട്ടിക്കൊണ്ടു വന്നതിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്നും കണ്ണൻ പറയുന്നുണ്ട്. അവൻ കരുണയുടെ മുത്തശ്ശിയിൽ നിന്നും എന്തോ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ സംശയമെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ മാർക്കോയോട്. അപ്പോൾ ഇത് കേൾക്കുന്ന മാർക്കോയാണെങ്കിൽ, ഇത് കണ്ണൻ സാർ എനിക്ക് വിട്ടേക്ക്, ഉണ്ണിയുടെ കാര്യം ഞാൻ ഏറ്റു. അവൻ ഈ പണം വാങ്ങിച്ചെടുക്കാതെ ഞാൻ നോക്കിക്കോളാം എന്നും അവൻ്റെ പണക്കൊതി ഞാൻ അവസാനിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നും മാർക്കോ പറയുന്നുണ്ട് കണ്ണനോട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാൻ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്